ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ കണ്ണിനടിയിലെ കറുപ്പ്, അതായത് ഡാർക്ക് സർക്കിൾസ് നമുക്ക് വരുന്നത് എന്തൊക്കെ കൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഉറക്കക്കുറവാണ്. അതുപോലെ തന്നെ സ്ക്രീൻ ടൈം കൂടുന്നത്, അമിതമായിട്ട് നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നത് ഒക്കെ നമ്മുടെ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾസ് വരാനുള്ള കാരണങ്ങളാണ്. നമുക്കിതിനാൽ ഒരുപാട് ഹോം റെമഡീസ് ഉണ്ട്, പക്ഷേ അതൊന്നും അത്ര എഫക്റ്റീവ് അല്ല. നമുക്ക് കുക്കുംബർ യൂസ് ചെയ്യാം. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തത് മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു പ്രോഡക്റ്റാണ്. വൈറ്റമിൻ കെ പ്ലസ് റെറ്റിനോളാണ്. ഇതൊരു അണ്ടർ ഐ ക്രീമാണ് കേട്ടോ. പക്ഷേ ബെസ്റ്റ് പ്രോഡക്റ്റാണ്. ഒരു 14 ഗ്രാമാണിത്. അത്യാവശ്യം കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ സൂപ്പർ പ്രോഡക്റ്റാണ്. മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. ഞാൻ ഒരുപാട് പ്രോഡക്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്കൊരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഡാർക്ക് സർക്കിൾസൊക്കെ ലൈറ്റായിട്ട് തുടങ്ങി. എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഫോൺ അമിതമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉറക്കക്കുറവുണ്ട് കേട്ടോ. ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതൊക്കെ കൊണ്ട് നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കേട്ടോ സൂപ്പർബാണ്. ഞാൻ കുറച്ച് റിവ്യൂസൊക്കെ കണ്ടതിന് ശേഷം വാങ്ങിച്ചതാണ്. ഇതുപോലെ ഒരു പാക്കേജാണ് കേട്ടോ. ഇതുപോലൊരു ട്യൂബാണ്. ഒരുപാട് അങ്ങോട്ട് ഒരു വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസി ഒന്നുമല്ല, എന്നാൽ ഒരുപാട് ജെല്ലി ടൈപ്പും അങ്ങനെയൊന്നുമല്ല. കുറച്ച് ക്രീമി ടൈപ്പ് ഒരു ടെക്സ്ചറാണ് കേട്ടോ. 499, അതായത് 499 രൂപയാണ്. പക്ഷേ അത്യാവശ്യം ഉണ്ട് കേട്ടോ. പ്രോഡക്റ്റ് അത്യാവശ്യം ഈ ട്യൂബിലുണ്ട്. 499 രൂപയാണെങ്കിലും നല്ല വേർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതാണ് എൻ്റെ ഒരു ട്യൂബിൻ്റെ. കാണാൻ നല്ല ക്യൂട്ടാണല്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഒരു സ്വല്പം മതി, ലൈറ്റായിട്ട് ഇതുപോലെ തന്നെ എടുത്തതിന് ശേഷം നമ്മുടെ കണ്ണിന് ചുറ്റും ഒന്ന് ചെറുതായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ലൈറ്റായിട്ട് ഒരു ഫിംഗർ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്തും കൂടെ കൊടുക്കും കേട്ടോ. ഒരുപാട് പ്രസ് ചെയ്യരുത്, ജസ്റ്റ് സോഫ്റ്റായിട്ട് ടച്ച് ചെയ്താൽ മാത്രം മതി. ഞാനങ്ങ് ഒരുപാട് മസാജ് ചെയ്യുമൊന്നുമില്ല, ജസ്റ്റ് ഒരു 1-2 റൗണ്ട് നമ്മുടെ കൈ കൊണ്ട് ചെറുതായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. ഒരുപാട് പ്രസ് ചെയ്ത് മസാജ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. സ്കിന്നിൽ അങ്ങനെ ഓയിലി ആയിട്ട് തോന്നുമോ ഒന്നുമില്ല കേട്ടോ. ഞാൻ 1 ടൈം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. രാത്രി കിടക്കാൻ നേരത്ത് ഇത് നന്നായിട്ട് ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കണ്ണിന് ചുറ്റും ഒന്ന് തേക്കുക. ഒരു കാരണവശാലും കണ്ണിനുള്ളിലൊന്നും പോകരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. കണ്ണിന് ചുറ്റും മാത്രം, തീരെ കണ്ണിനുള്ളിലോട്ടോ ഒന്നും പോവാതിരിക്കാൻ നോക്കുക. ഇതെന്ന് പറയുന്നത് ഇൻഗ്രീഡിയൻസ് വൈറ്റമിൻ കെ ആണ് കേട്ടോ. വൈറ്റമിൻ കെ ആണ്. ഫ്രാഗ്രൻസ് ഫ്രീ ആണ് കേട്ടോ. അധികം ഫ്രാഗ്രൻസ് ഒന്നും ഇല്ല അതിൽ. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അത്യാവശ്യം റേറ്റ് ഉണ്ടെങ്കിലും നല്ല സൂപ്പർ പ്രോഡക്റ്റാണ്. ഇത് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പഫ്നെസ്, അതുപോലെ ഫൈൻ ലൈൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അവർ പറയുന്നത്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. നിങ്ങൾ ഒറ്റ തവണ, ഡെയിലി ഒരു തവണ, ഉറങ്ങാൻ നേരത്ത് മാത്രം, കിടക്കാൻ നേരത്ത് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കിടന്നാൽ മതി. ഭയങ്കര കൂളിംഗ് ആയിട്ട് തോന്നുമോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചില ഐ ജെല്ലൊക്കെ നമ്മൾ അണ്ടർ ഐ ക്രീമൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊരു കൂളിംഗ് തോന്നുമല്ലോ നമുക്ക്. ഇത് അങ്ങനെ ഒന്നുമില്ല. അധികം സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യുക. ഒരു സ്മോൾ എമൗണ്ടിൽ കണ്ണിന് ചുറ്റും നമ്മൾ അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. ഒരുപാട് എക്സ്റ്റേണൽ യൂസ് മാത്രമാണ്. നമ്മൾ ഒരു കാരണവശാലും കണ്ണിനുള്ളിലേക്ക്, ഒരുപാട് കണ്ണിനടുത്തേക്കൊന്നും ഈ ഒരു ക്രീം കൊണ്ടുപോകരുത്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക. എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാവുമെന്ന് ഇപ്പോൾ ഞാൻ കയ്യിൽ ചെയ്തില്ലേ, അതുപോലെ ജസ്റ്റ് നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. കാരണം ചിലർക്ക് ചില ക്രീംസൊക്കെ സ്കിന്നിന് അലർജി ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ ഇതെന്നല്ല, ഏത് ക്രീമാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ലൈറ്റായിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഇച്ചിങ്ങോ കാര്യങ്ങളോ റെഡ്നെസ്സോ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഉറങ്ങണം, നല്ല ഉറക്കം കിട്ടണം, നന്നായിട്ട് വെള്ളം കുടിക്കണം, സ്ക്രീൻ ടൈമൊക്കെ കുറച്ച് കുറയ്ക്കുക. അതുപോലെ തന്നെ ഗ്ലാസ് യൂസ് ചെയ്യുക, പ്ലെയിൻ ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യുക. മൊബൈലൊക്കെ അധികമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ലെൻസ് വെച്ച ഗ്ലാസ് കിട്ടും നമുക്ക്, പ്ലെയിൻ ഗ്ലാസ്. അങ്ങനെയുള്ളത് നമുക്ക് അധികം ഈ ലൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലെൻസുള്ള ഗ്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള, ഇപ്പോൾ ഒരുപാട് എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളവർ ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ നിർത്തിയിട്ട് പതുക്കെ ഗ്ലാസ്സിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. കാരണം എപ്പോഴും അങ്ങനെ ഫോൺ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്കത് അറിയാം കേട്ടോ. ആ ഡാർക്ക് സർക്കിൾസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നു. ഉറക്കം ശരിയാവാത്തതും ഒക്കെയാണ് ഇതിനുള്ള മെയിൻ റീസൺ. നന്നായിട്ട് വെള്ളം കുടിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 7 മണിക്കൂർ, 8 മണിക്കൂർ എന്ന് പറഞ്ഞാലും ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ട്രൈ ചെയ്യുക.
പിന്നെ ഓവർ ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ കുറച്ചൊന്ന് കുറയ്ക്കുക, മെഡിറ്റേഷനൊക്കെ ചെയ്യാം, നല്ലതാണ്. അതുപോലെ തന്നെ സ്ക്രീൻ ടൈമൊക്കെ കുറച്ച് കുറയ്ക്കുക. ഒരുപാട് നേരം ഈ മൊബൈലിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഡാർക്ക് സർക്കിൾസൊക്കെ അമിതമായിട്ട് വരുന്നത്. അപ്പോൾ സ്ക്രീൻ ടൈമൊക്കെ കുറയ്ക്കുക. അതുപോലെയുള്ള പിന്നെ തീരെ പറ്റാത്തത് കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരും അങ്ങനെയുള്ളവർ മൊബൈലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ് യൂസ് ചെയ്യുക, ഒരു പ്ലെയിൻ ഗ്ലാസ്. ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഒരു പ്ലെയിൻ ഗ്ലാസ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ കുറയും കേട്ടോ. അപ്പോൾ എപ്പോഴും ലെൻസ് യൂസ് ചെയ്യുന്ന മാത്രമല്ല നമ്മുടെ കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ ആൻഡ്രൈ ക്രീം യൂസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് എനിക്കൊരു 2-3 ഡേയ്സ് തന്നെ ആയപ്പോൾ തന്നെ നല്ല രീതിയിൽ അത് ലൈറ്റ് ആയതായിട്ട് തോന്നി കേട്ടോ. എനിക്ക് നല്ല പോലെ വന്നിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് എടുത്തറിയുന്നുണ്ടായിരുന്നു ഫേസിൽ. പക്ഷേ ഞാൻ കുറച്ച് റിവ്യൂസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് നല്ല റിവ്യൂസ് പറയുന്നത് കണ്ടിട്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. മുന്നേ കുറേ ഡാർക്ക് സർക്കിൾസിന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിലും ഇതിനേക്കാൾ ആ റിസൾട്ട് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അതൊക്കെ കുറേ നാൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചേഞ്ചസ് വരും. പക്ഷേ ഇത് സ്പോട്ടിലാണ് കേട്ടോ. 2-3 ഡേയ്സ് തന്നെ നമുക്ക് വിസിബിളായിട്ടുള്ള റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ തവണ ചെയ്താൽ മതി, നൈറ്റിൽ മാത്രം ഒന്ന് ഇട്ടിരുന്നാൽ മതി കേട്ടോ. എപ്പോഴും അപ്ലൈ ചെയ്യണം എന്നൊന്നുമില്ല. ഒരു ഡെയിലി ഒരു 1 ടൈം യൂസ് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. ഒരു ചെറിയ എമൗണ്ട് എടുത്താൽ മതി. അത് റേറ്റ് 499 ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനുള്ളിൽ ക്രീം ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് മതിയാവും, കുറച്ചെടുത്തിട്ട് നമുക്ക് കണ്ണിൻ്റെ ചുറ്റും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസിന് മാത്രമല്ല നമ്മുടെ പഫ്നെസ്സിനും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും പറ്റിയൊരു പ്രോഡക്റ്റാണ് ഇത്. പഫ്നെസ്സും അതുപോലെ തന്നെ ഫൈൻ ലൈൻസും ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ കഫെയിൻ അടങ്ങിയിട്ടുണ്ട്. കഫെയിന് നമ്മുടെ ബ്ലഡ് ഫ്ലോ എൻഹാൻസ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യും. അതുവഴി നമുക്ക് ഐ പഫ്നെസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലിസറിനും ഒക്കെ അടങ്ങിയിട്ടിരുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഫൈൻ ലൈൻസിന് വേണ്ടിയിട്ടും നമ്മുടെ ഐ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡാർക്ക് സർക്കിൾസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ളൊരു സൂപ്പർ പ്രോഡക്റ്റാണ്. നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്കിത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം വൈറ്റമിൻ കെ ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ കഫെയിൻ ഉണ്ട്, ഗ്ലിസറിൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾക്ക് നല്ല സ്കിന്നിന് വളരെ നല്ല ഒരു ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരിക. കാരണം ഇത്രയും കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണല്ലോ, അപ്പോൾ നല്ലതാണോ എന്നുള്ളത് ചോദിക്കാം. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. ഞാൻ ഈ ചാനലിൽ ചെയ്യുന്നതൊന്നും ഒരിക്കലും പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നിയ പ്രോഡക്റ്റ്സ് അപ്പോൾ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. കാരണം നമ്മൾ പലതിനും നമ്മുടെ എന്തെങ്കിലും ഇഷ്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ക്രീമുകളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് പെയ്ഡ് പ്രൊമോഷൻസും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിച്ച് വാങ്ങണം എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയ പ്രോഡക്റ്റ് ആകുമ്പോൾ ചിലതൊക്കെ നല്ല റിവ്യൂസൊക്കെ കണ്ടിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഫ്ലോപ്പായിരിക്കും, നമ്മുടെ കാശും പോവും. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയ പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.